ദേഹേന്ദ്രിയപ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതാത്മാവു കേൾ. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം സർവൈകകാരണം സർവജഗന്മയം സർവൈക. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഇന്ന് കർക്കിടകം 8. രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗവുമായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഭാഗം ലക്ഷ്മണോപദേശമാണ്. ഒരു സാഗരം കണക്കെയുള്ള ഉപദേശമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്റെ അനുജനായ ലക്ഷ്മണന് നൽകുന്നത്. പട്ടാഭിഷേകത്തിൽ നിന്നും നിഷ്കാസിതനായി എന്നറിയപ്പെടുന്ന സമയത്ത് അത്യന്തം കോപാകുലനായ ലക്ഷ്മണൻ ഇത് അധർമ്മമാണെന്നും രാജാവിനെതിരെ വാളെടുക്കണമെന്നും ഉദ്ഘോഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഇങ്ങനെയാണ്. അച്ഛനെ കുറിച്ച് പറയാണ്: ഭ്രാന്തചിത്തം ജഡം വൃദ്ധം പദൂചിതം ശാന്തേതരം ത്രപാഹിനിയും ഷഡപ്രിയം. ബന്ധിച്ചു താതനെയും, അച്ഛനെ ബന്ധിച്ചാണെങ്കിൽ തന്നെയും ഈ ധർമ്മത്തിന് വേണ്ടി ജ്യേഷ്ഠന്റെ കൂടെ ജ്യേഷ്ഠനെ യുവരാജാവാക്കുവാനുള്ള ആ കർമ്മത്തിലേക്ക് താൻ തയ്യാറാണ് എന്ന് ലക്ഷ്മണൻ പറയുകയാണ്. വേറൊരു കാര്യം കൂടി അദ്ദേഹം ഈ അവസരത്തിൽ പറയുന്നുണ്ട്. ഒരു ആചാര്യനാണെങ്കിൽ കൂടി കാര്യമില്ലാത്തത് ചെയ്യുന്ന താകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആചാര്യനെ ആണെങ്കിലും കാര്യമില്ലാത്തത് പറയുമ്പോൾ ശാസനം ചെയ്യണം എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിനുത്തരമായി രാമൻ പറഞ്ഞു കൊടുക്കുന്നത്: ലക്ഷ്മണ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നു ഞാൻ എന്ന ഒരു ഭാഷയാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് നമുക്ക് ആചാര്യനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. വളരെ വിശാലമായ ആത്മാവിനെ കുറിച്ചും ജീവിതത്തിനെ കുറിച്ചും അഗ്നിസംതപ്ത ലോകസ്ഥാപു ബിന്ദുനാം സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ അവസ്ഥയെക്കുറിച്ചുമെല്ലാം ആചാര്യന്റെ മുഖത്തു നിന്ന് തന്നെ കേൾക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സ്തുതാമയാ വരദാ വേദമാതാ പ്രചോദയന്താം പാവമാനേ ദ്വിജാനാം ആയുപ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മയം ദത്വാ വ്രജത ബ്രഹ്മലോകം. ഓം സഹനാവവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സീതാറാം. എല്ലാവർക്കും ഈ രാമായണ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഈ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും നമ്മൾ വളരെ ഭക്തിയോടുകൂടി രാമായണ പാരായണം നടത്തി ഭഗവാന്റെ പാദങ്ങളിൽ അർച്ചന ചെയ്ത് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ഇന്ന് ലഭിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണോ എന്ന കാര്യത്തിലാണ് സംശയം. ഇതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും അനുഗ്രഹം വേണം. പക്ഷെ അനുഗ്രഹം വേണമെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഗ്രഹിക്കണം, അല്ലേ? ജീവിതത്തിൽ ഒന്നും ഗ്രഹിക്കാതെ എങ്ങനെയാണ് അനുഗ്രഹം ലഭിക്കുക? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം. ഗ്രഹിക്കണമെങ്കിൽ ഗ്രഹണശക്തി വേണം. ശക്തി എന്ന് പറയുന്നത് പ്രജ്ഞയാണ്. പ്രജ്ഞ പ്രകർഷേണ ജ്ഞാനമാണ്. ഇതെല്ലാം നമ്മുടെ ആചാര്യന്മാര് വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്നത് മായാസമുദ്രത്തിൽ മുങ്ങിക്കിടന്ന് കൈകാലിട്ടടിച്ച് ഈ സംസാര സാഗരത്തിൽ നിന്നും കരകയറാനാവാതെ നാം എങ്ങനെ ജീവിക്കുകയാണ്. അവിടെയാണ് ഈ ലക്ഷ്മണോപദേശത്തിന്റെ ഒക്കെ പ്രാധാന്യം കുടികൊള്ളുന്നത്. ശ്രീരാമൻ നമ്മളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. പക്ഷേ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ ഉപദേശം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ലക്ഷ്മണന്മാരായിരിക്കണം. നാമകരണം കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു, ലക്ഷണമൊത്ത കുമാരനാണ്, ലക്ഷണാന്വിതനായ കുമാരനാണ് ലക്ഷ്മണൻ. നാം ഓരോരുത്തരും എന്താവണം? ലക്ഷണാന്വിതന്മാരായിരിക്കണം, ലക്ഷണമൊത്തവരായിരിക്കണം. ആ ലക്ഷണമൊത്തവർക്ക് എന്തുണ്ടാവുകയുള്ളൂ? ലക്ഷ്യമുണ്ടാവുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ ലക്ഷണമൊത്തവരായിരിക്കണം. അല്ലാതെ സുന്ദരന്മാരെന്നോ സുന്ദരിമാരെന്നോ അവിടെ അർത്ഥമില്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ രൂപഭാവങ്ങളുണ്ട്. ഇപ്പൊ ശ്രീരാമൻ ആരെയാണ് ഉപദേശിച്ചത്? ലക്ഷണാന്വിതനായ ലക്ഷ്മണകുമാരനെയാണ് ഉപദേശിച്ചത്. നമുക്ക് ആ ഉപദേശം വളരെയധികം പ്രയോജനപ്പെടും. ഉപദേശത്തിനൊരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പൊ ഭഗവാൻ ഗീത ഉപദേശിച്ച ഒരു സാഹചര്യത്തിലാണ്, അല്ലെ? മഹാഭാരത യുദ്ധം നടക്കുമ്പോഴാണ് യോഗേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീത ഉപദേശിച്ചത്. ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താണ്? ഗീത യുദ്ധം ചെയ്യാൻ ഉപദേശിക്കുന്ന ഒരു പുസ്തകമാണ്. എങ്ങനെയുണ്ട്? മഹാഭാരത യുദ്ധം ഒരു പശ്ചാത്തലം മാത്രമാണ്, നമ്മളത് മനസ്സിലാക്കണം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഉപദേശം കൊടുത്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ വളരെയധികം സാഹിത്യകൃതികളും ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നതുപോലെ ഇവിടെ ശ്രീരാമന്റെ അഭിഷേക വിഘ്നമാണ് ലക്ഷ്മണന് ഉപദേശം കൊടുക്കുവാനുള്ള കാരണം. അതാണ് അതിന്റെ സാഹചര്യം. സ്വാഭാവികമായിട്ട് ലക്ഷ്മണന് ക്രോധമുണ്ടായി. ആ ക്രോധം ശമിക്കുന്നതിനാണ് ഉപദേശം കൊടുത്തത്. തന്റെ ജ്യേഷ്ഠനാണ് രാജാവാകേണ്ടത്. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ജ്യേഷ്ഠൻ അത് കഴിഞ്ഞില്ല. അത് ജ്യേഷ്ഠനറിയാം. താൻ എന്തുകൊണ്ടാണ് രാജാവാകാത്തതെന്നും താൻ രാജാവായില്ലെങ്കിലും താൻ സാർവഭൗമനാണെന്ന കാര്യവും ശ്രീരാമേന്ദ്രൻ അറിയാം. അതിന് പ്രത്യേകിച്ച് ആരുടെയും സാക്ഷ്യപത്രമൊന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവിടെ ലക്ഷ്മണൻ വളരെ ക്രോധത്തോടു കൂടി പ്രത്യക്ഷപ്പെടുകയാണ്. എല്ലാം തകർത്ത് കളയും. അങ്ങനെയുള്ള ആളാണ് ലക്ഷ്മണൻ. കാരണം അനന്തന്റെ അവതാരമാണല്ലോ. അതുകൊണ്ട് ആരെയും വെറുതെ വിടില്ല. അവിടെ ആ ലക്ഷ്മണനെ അടുത്ത് നിർത്തിയിട്ട് ആ ജ്യേഷ്ഠൻ ഒരു ഗുരുവായി നിന്നുകൊണ്ട് ഉപദേശിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഉപദേശം എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഈ ഉപദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വാക്കുകൾ കൊണ്ട് ചെയ്യുന്ന ഒരു അഭ്യാസമല്ല. ഉപദേശത്തിന്റെ ഉള്ളിൽ ഒരു ദേശികനുണ്ട്, അല്ലെ? ദേശികൻ, ഗുരുവാണ് ഉപദേശിക്കുന്നത്, അല്ലെ? ദേശികൻ, ഗുരു. അല്ലാണ്ട് ഉപദേശിയല്ല ഉപദേശിക്കുന്നത്. ദേശികനാണ് ഗുരു. എല്ലാ ഗുരുക്കന്മാരിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ഗുരു സർവേശ്വരനാണെന്ന് പറയുന്നത്. പൂർവേഷാമഭി ഗുരു. എല്ലാ കാലങ്ങളെയും കാലത്രയങ്ങളെയും ഒക്കെ അതിജീവിച്ച എല്ലാവരിലും മുൻപിൽ നിൽക്കുന്ന ആ ഗുരു സർവേശ്വരനാണ്. ഇവിടെ എഴുത്തച്ഛൻ ആ ഒരു വേദാന്തപരമായ അർത്ഥമാണ് കാണുന്നത്. ശ്രീരാമൻ സർവഗുരുവാണ്, വിശ്വഗുരുവാണ്, അല്ലെങ്കിൽ സമസ്ത വിദ്യകളുടെയും നിറകുടമാണ്. അതുകൊണ്ട് രാമന് ഉപദേശിക്കാനുള്ള അധികാരമുണ്ട്. എല്ലാവർക്കും ഇല്ല അധികാരം. നമ്മൾ എല്ലാവരും ഉപദേശിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഉപദേശിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഗുരുവായിരിക്കണം. ഗുരുക്കന്മാർക്ക് ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഗുരു ആയാലും പോരാ, ഉപദേശം കേൾക്കുന്നയാള് ആ ഗുരുവിനെ തിരിച്ചറിയുകയും വേണം. അതുകൊണ്ടാണ് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടെങ്കിൽ ഉപദേശം പ്രവേശിക്കുകയില്ല. മത്സരാദികൾ ഉണ്ടെങ്കിൽ പറ്റില്ല. മത്സരാദ്യം, മതമത്സരാദികൾ, ഈ മതമത്സരാദികൾ മനസ്സിൽ ഉണ്ടെങ്കിൽ ആരെയും നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല. ഇതൊരു മനഃശാസ്ത്രം. കേൾക്കില്ല അവര്. നമ്മൾ എത്രമാത്രം ഉപദേശിച്ചു കഴിഞ്ഞാലും അവരത് കേൾക്കില്ല. കാരണം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ മതവും അഹങ്കാരവും മാത്സര്യവും ഉണ്ടെന്നർത്ഥം. അത് കൂടിക്കഴിഞ്ഞാലും ഉപദേശം കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ആദ്യം പഠിക്കണം. ഇപ്പോ ഈ ലക്ഷ്മണോപദേശം മുഴുവൻ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. അതിലെ ചില ഭാഗങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നാം ആലോചിക്കേണ്ടത്.
അപ്പോൾ വത്സ സൗമിത്രേ, സുമിത്രയുടെ പുത്ര, സുമിത്രയുടെ പുത്രനാണ് അല്ലെ സുമിത്ര. ആ സുമിത്രയുടെ പുത്രനാണ്, സുമിത്രാത്മജനാണ് ലക്ഷ്മണൻ, ലക്ഷണമൊത്ത കുമാരനാണ്. അതുകൊണ്ട് മത്സരാദ്യം വെടിഞ്ഞ് എന്റെ വാക്കുകൾ കേൾക്കണമെന്ന് രാമൻ വളരെ ഭവ്യതയോടുകൂടി പറയുകയാണ്. കാരണം ലക്ഷ്മണനെ രാമൻ അറിയാം. നിന്നുടെ തത്വം ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതായത് നിന്റെ അത്രയും വാത്സല്യം മറ്റാർക്കുമില്ല. കുമാരൻ എന്നാണ്. ഇപ്പൊ കുമാരൻ എന്നുള്ള ശബ്ദത്തിനൊക്കെ അർത്ഥമുണ്ട്. ഇപ്പൊ ഇന്ന് കുമാരന്മാർ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ സുകുമാരന്മാർ കുറവാണ്. അതാണ് കുഴപ്പം. കുമാരന്മാരുണ്ട്, കുമാരിമാരുണ്ട്, സുകുമാരന്മാരോ ഇല്ല. അപ്പൊ കുമാരനെ സുകുമാരനാക്കണം, കുമാരിയെ സുകുമാരിയാക്കണം. അതാണ് ഉപദേശം കൊണ്ട് നാം നേടേണ്ടത്. അതില്ലാത്തതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് ലോകത്ത് ആരും ഉപദേശിച്ചാലും ആരും കേൾക്കുന്നില്ല. കാരണം എനിക്ക് നിങ്ങളുടെ ഉപദേശം വേണ്ടെന്നല്ലേ പറയുന്നത്. നിങ്ങളൊന്നും എന്നെ ഉപദേശിക്കണ്ട, നിന്റെ ഉപദേശമൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാല്ലാരും പറയുന്നത്. അത് മനുഷ്യന്റെ സ്വഭാവം എന്താ അങ്ങനെ ആയിപ്പോയി. കാരണം എന്താ, അസുവിൽ ലഭിക്കുന്നു. ആദ്യം പറഞ്ഞില്ലേ, അസുവിൽ ലഭിക്കുന്ന മർത്യന് ഒരിക്കലും ഉപദേശം കേൾക്കാൻ സാധിക്കുകയില്ല. ഗുരു ഉപദേശിച്ചാലും ആരുപദേശിച്ചാലും അവർക്കത് കേൾക്കുവാൻ സാധിക്കുകയില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ, ഞാൻ എന്റെ, അതാണ് അസു. സ്വന്തം പ്രാണനിൽ രമിച്ചുകൊണ്ട് ഞാൻ എന്റെ എന്ന ഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് ലോകത്ത് കൂടുതല്. അവരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, എന്നോട് പറയണ്ട, എനിക്കിത് കേൾക്കണ്ട. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാ, എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ട, എന്നെ ആരും ഉപദേശിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളും പറയുന്നത്. നമ്മുടെ അവസ്ഥ അതാണ്, എന്നെ ആരും ഉപദേശിക്കണ്ട. ഇങ്ങനെ പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഈ രാമന്റെ ഉപദേശത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും രാമൻ ഉപദേശിക്കുന്നതാണ്, അതിലൊരു ഭാഗമുണ്ട്, വന്നി സന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ചുട്ടുപഴുത്ത ഇരുമ്പിൽ പതിച്ച ജലകണിക പോലെ ക്ഷണഭങ്കുരമാണ് ജീവിതം. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചുട്ടുപഴുത്ത ഇരുമ്പില് ഒരു ജലം വീണു കഴിഞ്ഞാൽ ഒരു ശബ്ദത്തോടുകൂടി അതില്ലാതാവും. അതുപോലെയാണ് ജീവിതം. അങ്ങനെ ക്ഷണഭങ്കുരമായ ഈ ജീവിതത്തില് നമുക്ക് എന്തിനാണ് ഈ ക്രോധം? ഇവിടെയാണ് ക്രോധം വരുന്നത്. ക്രോധമൂലം നൃണം സംസാരബന്ധനം. ക്രോധം കൊണ്ട് ഈ സംസാര ബന്ധനമുണ്ടാകുന്നു. അതുകൊണ്ട് സംസാരകാരിണിയായത് അവിദ്യ, സംസാരനാശിനിയായത് വിദ്യ. അങ്ങനെ പറയുന്നത് ധർമ്മക്ഷയകരം. അതെ, ഉണ്ട്. ക്രോധം ധർമ്മക്ഷയകരം. കാരണം എന്താ, ഈ അവിദ്യയും വിദ്യയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അവിദ്യ മൃത്യും തീർത്തുക, വിദ്യ അമൃതമശ്നുതേ. അങ്ങനെ പറയുന്നു. അവിദ്യ കൊണ്ട് വേണമെങ്കിൽ മൃത്യും തീർത്തുക, മൃത്യുവിനെ ജയിക്കാം, അല്ലെങ്കിൽ മൃത്യുവിനെ തരണം ചെയ്യാം അവിദ്യ കൊണ്ട്. പക്ഷേ വിദ്യ അമൃതമശ്നുത എന്ന് പറയുന്നത്, വിദ്യയിലൂടെ അമൃതത്വം പ്രാപിക്കണം. സനാതന സംസ്കാരം എപ്പോഴും അമൃതത്വത്തെ കേന്ദ്രീകരിച്ചുള്ള സംസ്കാരമാണ്. അമൃതത്വമാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെ, അമൃതസ്യപുത്ര എന്നുള്ള പ്രയോഗം നമുക്ക് ഓർമ്മിക്കാം. അമൃതത്വത്തിന്റെ പുത്രനെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതാണ് യസ്യ ഛായാമൃതം യസ്യ മൃത്യു എന്ന് പറയുന്നത്. അപ്പൊ പ്രാർത്ഥനയിൽ എങ്ങനെയാണ്, യ ആത്മത ബലത യസ്യ വിശ്വ ഉപാസ്യതേ യസ്യ ഛായാമൃതം യസ്യ മൃത്യു. യാതൊന്നിന്റെ ഛായ അമൃതത്വമാണോ, ആ ഛായയെ തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥയ്ക്ക് മൃത്യു എന്ന് പറയും. അതാണ് നമുക്ക് ദുഃഖം വരുന്നത്. അപ്പൊ നമ്മുടെ ദുഃഖത്തിനെല്ലാം കാരണം എന്താണ്? മരണമാണ്, അല്ലെ? മരണദുഃഖം, മരണഭയം. കാരണം എന്താ, ഈ മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മൃത്യുവിനോട് ചേരുന്നവൻ. മൃത്യുവാണ് അവൻ, എപ്പോഴും മൃത്യുവാണ്. മൃത്യു മൃത്യു മൃത്യു, മരണം. അപ്പൊ മരണം എങ്ങനെ, മരണത്തോടു കൂടിയാണ് അവൻ ജീവിക്കുന്നത്. എന്നാൽ ഇത് കൂടെ ഉണ്ട് നമ്മുടെ, അതെ അതെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, യസ്യഛായാമൃതം, അമൃതത്വമാണ് നിഴല്. അമൃതത്വമാകുന്ന നിഴലിന്റെ കൂടെ നമ്മൾ കഴിയുക. അത് മനസ്സിലാക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് മൃത്യു എന്ന് പറയുന്നത്. അവിടെ 2 പ്രാവശ്യം വിഭക്തി വന്നിരിക്കുന്നത്. യസ്യഛായാമൃതം യസ്യ മൃത്യു, രണ്ടും ഷഷ്ടി വിഭക്തിയാണ്. യാതൊന്നിന്റെ ഛായയാണോ അമൃതത്വം, അത് തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥ ഏതാണോ ആ അവസ്ഥയാണ് മൃത്യു. അപ്പൊ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് ഏതാണ്? അമൃതത്വത്തെയാണ്. അപ്പൊ അമൃതത്വത്തെ തിരിച്ചറിയുന്നതിനാണ് ഇവിടെ രാമൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മള് മൃത്യോർമ അമൃതംഗമയ എന്ന് പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും മരണഭയം ഉണ്ടാവുകയില്ല. കലാഹിന പരിഗ്രസ്തമാമ ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു.
ബിന്ദുര സന്നിഭം മർത്യജന്മം ക്ഷണമങ്കുലം ചക്ഷു ശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇത്ര മനോഹരമായ രൂപമാണത് അല്ലെ. ചക്ഷുശ്രവണ കളസ്ഥമാം ദർദുരം, പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള, പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണം ആഗ്രഹിക്കുകയാണ് വീണ്ടും. ഏത് പാമ്പെന്ന് വായടച്ചു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോ ഭോഗത്തിന്റെ പിന്നാലെ നടക്കുന്ന, ശരിക്കും ഇന്നത്തെ ലോകത്ത് ഈ ലക്ഷ്മണോപദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് മനുഷ്യൻ സഞ്ചരിക്കുന്നത് ഭോഗങ്ങളുടെ ലോകത്താണ്. ശോകമോഹങ്ങളുടെ, ഭോഗ തൃഷ്ണയുടെ ലോകത്താണ് അവൻ വിരാജിക്കുന്നത്. സുഖം വേണം, സുഖം ആവശ്യമാണ്. സുഖം എന്ന് പറഞ്ഞാൽ നല്ല ചുറ്റുപാട്, എല്ലാവർക്കും സുഖം വേണം. സുഖമാണ്, ഇപ്പോഴും ആഗ്രഹിക്കുന്നത് സുഖമാണ്. സുഖമായിരിക്കുന്നു. ധനവാനായാലും ദരിദ്രനായാലും സുഖം വേണം. നമുക്ക് എവിടെയും കിടന്നുറങ്ങാൻ കഴിയണം. സുഖമായി ഉറങ്ങിയെന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ ഭോഗത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാലോ ഒരിക്കലും നമുക്ക് സുഖം ലഭിക്കുകയില്ല. അത് ക്ഷണഭങ്കുരമാണ്, പെട്ടെന്ന് ഇല്ലാതാവുന്നതാണെന്നർത്ഥം. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. അപ്പോ ഈ ഭോഗ മോഹങ്ങളുടെ അല്ലെങ്കിൽ തൃഷ്ണയുടെ ലോകത്ത് വിരാജിക്കുന്ന അല്ലെങ്കിൽ വീണുപോയ മനുഷ്യനെ അതിൽ നിന്ന് പിടിച്ചുയർത്തുന്നതിനാണ് ഗുരു ഇവിടെ ശ്രമിക്കുന്നത്. ആരാണ്? രാമനാം ജഗൽ ഗുരു, ശ്രീരാമനാകുന്ന ജഗൽ ഗുരു അതിനാണ് ഇവിടെ പരിശ്രമിക്കുന്നത്. അതിന് ലക്ഷ്മണനെ ഉപാധിയാക്കിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ലക്ഷണാന്യുതന്മാരായ കുമാരന്മാരായി ആ കുമാരത്വത്തെ സുകുമാരത്വത്തിലേക്ക് നയിച്ച് ഈ ഉപദേശം ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമുക്ക് പല കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കും. കർമ്മമാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു ജ്ഞാനകർമ്മ സമന്വയമാണ്. അപ്പൊ ഇവിടെ ശരിയായ ദിശാബോധം ലഭിക്കണമെങ്കിൽ ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്നർത്ഥം. അതാണ് സംസാരകാരണി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ സംസാരകാരണി. കാരണം ആദ്യം നമ്മള് നരകത്തെ പറ്റി പറയുന്നുണ്ട്. ആ നരകം എന്ന് പറയുന്നത് തന്നെ ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു യാതനയാണ്. ത്യാഗോജ്വലമായ ജീവിതത്തിൽ നരകം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതാണ് ത്യാഗേനൈക അമൃതത്വമശന എന്ന് പറയുന്നത്. ത്യാഗമാകുന്ന ആ ഒന്നിലൂടെ മാത്രമാണ് അമൃതത്വത്തെ നമുക്ക് പ്രാപ്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത്രയുമാണ് ഈ ഒരു അവസരത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് പറയാനുള്ളത്. വളരെ വിപുലമായൊരു വിഷയമാണ്. ഇതിനകത്ത് പറയുന്നത് ദേഹേന്ദ്രിയ പ്രാണ ബുദ്ധാദികൾക്കെല്ലാം മഹന്തമേ വസിപ്പതാത്മാവുകൾ പറയുമ്പോൾ ആത്മാവെന്ന് പറയുമ്പോൾ അമൃതത്വമാണ്. അതിലേക്ക് ചെല്ലണം നമ്മൾ. ദേഹമല്ല, ഇന്ദ്രിയമല്ല. ഇത് വിചാരിച്ച് ഇതൊക്കെ കളയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിലെപ്പോഴും അതല്ലേ നമ്മൾ ആ ഛായാമൃതം എന്നുള്ള പ്രാർത്ഥനയാണ് മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതെന്നർത്ഥം. പ്രാർത്ഥന എല്ലാം വരുന്നത് പിന്നീട് നമുക്ക് പറയാറ്. വേറൊരു അവസരത്തിൽ നമുക്ക് അതിനെ പറ്റി പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. അവസ്ഥയെ ഇത് വലിയ ഒരു ഗഹനമായ വിഷയമാണ്. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ പകർത്താമെന്ന് നമ്മൾ ആലോചിക്കണം. ഈ ഭൗതിക ജീവിതത്തിൽ പൂർണ്ണമായും ഭൗതിക ജീവിതത്തിലേക്ക് മാത്രമല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്നുള്ളതും ഒരു വ്യക്തമായ ഒരു സന്ദേശം ഇവിടെ നൽകുകയാണ്. 8ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കർക്കിടകം 9 അടുത്ത ഒരു വിഷയവുമായി ഞങ്ങൾ വരും. എല്ലാവരും മറക്കാതിരിക്കുക. ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മടിക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞു. നമസ്കാരം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതാത്മാവു കേൾ. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം സർവൈകകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ
കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളോരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ, ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തത് ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൾ നിന്നാശുകളകനീ. മാനമല്ലോ പരമാപദാമാസ്പദം.